പ്രിയരെ, എൻ്റെ ജോലിയുടെ ഒരു ഭാഗമാണ് ഇൻ്റർവ്യൂ എന്ന് ഞാൻ പറഞ്ഞു. ആദ്യം ഞാൻ കത്തനേരെ കാണാൻ ചെന്നു. വീണ്ടും ഞാൻ കാണാൻ ചെന്നത് ഒരു സംഗീതജ്ഞനെയാണ്. ആ സംഗീതജ്ഞൻ എങ്ങനെയാണ് എന്നോട് പ്രതികരിച്ചത് നമുക്ക് കാണാം. ഒരു സംഗീതജ്ഞൻ്റെ ഇൻ്റർവ്യൂവിലേക്ക്. അനുഗ്രഹിക്കുക. എന്താ അങ്ങോട്ട് നോക്കണ? എന്താ അല്ല, ആശാൻ വന്ന പ്രശ്നമാണ്. അനുഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ താങ്കളല്ലേ ആശാൻ? ഞാൻ ശിഷ്യൻ. ആശാന്റെ ഉള്ളിലല്ലേ? അപ്പൊ അദ്ദേഹത്തിനെ ഒന്ന് വിളിക്കുക. വിളിക്കണോ? വിളിച്ചിട്ടുണ്ടോ കേട്ടോ? ചാനലിന്റെ പരിപാടിക്ക് വേണ്ടി വന്നിരിക്കുന്ന ആശാൻ അവിടെ ചെമ്മീൻ ഉള്ളിക്കൊണ്ടിരിക്കുക. അല്ല, ചെമ്മീൻ കള്ളണ ചെമ്മീനാനന്ദ രാഗത്തിൽ ഒരു കവിത എഴുതിക്കൊണ്ടിരിക്കുക. കവിത എഴുതിക്കൊണ്ടിരിക്കുന്നു. ഒന്ന് ഇങ്ങോട്ട് വിളിക്കുക. അദ്ദേഹം പറഞ്ഞ എന്താന്ന് മനസ്സിലായില്ല. അവൻ പറഞ്ഞു പോയിക്കളഞ്ഞല്ലേ. നമസ്കാരമുണ്ട്. അച്ഛനുണ്ട്, അമ്മയുണ്ട്, ഞാനുണ്ട്, വൈഫുണ്ട്, അനിയത്തിയുണ്ട്. ഇനി ഉണ്ണണമെങ്കിൽ നേരത്തെ ഊണ് പറയണമായിരുന്നു. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. വണക്കം. എനിക്ക് ആരോടും വിണക്കമില്ല. എനിക്ക് എന്തിനാ വിണക്കം? സംഗീത വിദ്വാൻ പരമചേട്ടൻ എന്ന് പറയുന്നത് താങ്കളല്ലേ? പറഞ്ഞു കൊടുക്ക് ചന്ദ്ര. എന്റെ പൊന്നെ പരമാചാൻ, ഇതല്ലേ സംഗീതം മരച്ച് കലക്കി കുടിച്ചക്കണ വ്യക്തിയല്ലേ? ചോദിച്ചോ. ഞാനൊന്ന് ഇന്റർവ്യൂ ചെയ്തിട്ട് പോകാൻ വേണ്ടി വന്നതാണ്. നീ ആശാനെ ചെയ്തിട്ട് പോകോ? അല്ല, നീ ആശാനെ ചെയ്തിട്ട് പോകോ? പോകടാ. ഇത് അല്ല, ജീവനും കൂടെ നീ പോകോ? നീ ഞങ്ങളുടെ കുടുംബത്തിൽ വന്നിട്ട് എന്റെ ആശാനെ ചെയ്തിട്ട് പോകോ? ഇവരെന്താ ഉദ്ദേശിക്കണത്? ഹലോ ഇത്രയുള്ളപ്പോ കിട്ടിയ അതിനറിയാമോ? ഇത്രയാക്കി ഈ ആശാന് നീ ചെയ്തിട്ട് പോകോ? അയ്യോ, ഞാൻ അതല്ല. മരിക്കാനാ? അതെ, ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് പോകാൻ വേണ്ടി വന്നതാണ്. മനസ്സിലായില്ലേ? ചെയ്തിട്ട് പോകുന്നു പറഞ്ഞാ ആശാനെ മിണ്ടരുത്. എത്ര വർഷം കൂടിയാണ് ഒരു ഇന്റർവ്യൂ ചെയ്യാൻ ഒരാൾ വന്നത്? വന്നവരെ മടക്കി വിടണം. ഇന്റർവ്യൂ ചെയ്യാമെന്നാണ് മനസ്സിലാക്കി കൊടുക്ക്. എടാ, ചലച്ചിത്രത്തിൽ മുഖമിടാമെന്നാന്ന്. ആശാനെ, അപ്പൊ നമുക്ക് അയ്യോ, ഇവിടെ ക്യാമറ ഓണാക്കി വെച്ചിരിക്കണം. അരമണിക്കൂറേ നമ്മുടെ പരിപാടിയുള്ളൂ. ഒരാളും വരാറില്ല നീ കാരണം. ചെയ്തിട്ട് പോകുന്നല്ല, ഇന്റർവ്യൂ ചെയ്തിട്ട് പോകുമെന്ന് പറഞ്ഞാൽ. അപ്പൊ നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം. ആശാൻ ഫീൽഡിൽ വന്നിട്ട് എത്ര കാലമായി? 36 വർഷമായി. ആശാന്റെ പ്രായം എത്രയാണ്? 29 വയസ്സായി. കുംഭം ഭരണി വരുമ്പോൾ ആശാൻ ഫീൽഡിൽ വന്നിട്ട് 36. അത് കൊള്ളല്ല അല്ലെ? സംഗീതത്തിൽ ഒരുപാട് സംഭാവനകൾ ചെയ്തിട്ടുള്ളതാണ്. കഴിഞ്ഞ വർഷം വരെ നല്ല ഇൻകമിംഗ് ഉണ്ട്. 1,001 രൂപയായിരുന്നു എൻ്റെ സംഭാവന. ഈ കഴിഞ്ഞ വർഷം 501 രൂപയായിരുന്നു എൻ്റെ സംഭാവന. മിനിഞ്ഞാന്ന് ഒരു ക്ലബ്ബ് വന്നപ്പോൾ ഞാൻ 101 രൂപയാണ് കൊടുത്തത്. ഒരു 10 രൂപ കൊടുത്ത് വിടാശാനെ. അയ്യോ, ആ സംഭാവനയിൽ ഉദ്ദേശിച്ചത് ദാനമാണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ആശാന്റെ ഗുരു ആരാണ്? അച്ഛനാണ്. അച്ഛൻ ആരാണ്? ഗോപി. ഇല്ല, ഭാസ്കരൻ, രാഘവൻ. ആശാനെ മര്യാദ കുറ. ദിവാകരൻ, രാജശേഖരൻ, ഭാസ്കരൻ. അയ്യോ, നിങ്ങൾ തമ്മിലൊരു ധാരണയിലെത്ത്. ഡാഷ് ഇട്ടോളൂ. ഡാഷ് ഇട്ടാ മതി. അച്ഛൻ ആരാന്ന് അറിയില്ലല്ലേ? അറിയില്ല. ഓക്കെ. അമ്മ എപ്പോഴും മാറ്റി പറഞ്ഞു. വടക്കാഞ്ചേരി തങ്കപ്പൻ. ഇല്ല, അമ്മ മാറ്റി പറഞ്ഞു. ഇല്ലെന്ന് കറക്റ്റ് ചേച്ചി പറഞ്ഞു. അപ്പൊ എന്തെങ്കിലും ആയിക്കോട്ടെ, അച്ഛനെ എഴുതിക്കാം. അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടോ? അച്ഛൻ മരിച്ചുപോയി. എങ്ങനെ മരിച്ചു? മോഹൻലാൽ കൊന്നു. മോഹൻലാൽ ആരെയും കൊന്നിട്ടില്ല. മോഹൻലാൽ കൊന്നു. എങ്ങനെ കൊന്നാ നിങ്ങൾ പറയുന്നത്? മോഹൻലാൽ സിനിമ കാണാൻ വേണ്ടി അച്ഛൻ ബ്ലാക്കിന് ടിക്കറ്റ് എടുത്ത് കയറി. എന്നിട്ട് മോഹൻലാൽ സ്ക്രീനിൽ വന്ന് അച്ഛനോട് മുഖത്ത് നോക്കി പറഞ്ഞു, സംഗീതം പഠിക്കണമെന്ന് മുഖമായി ചെന്ന് കയറിയത് സിംഹത്തിന്റെ മടയിലാണെന്നും. എന്നിട്ട് ഇന്റർവെല്ലിൽ അച്ഛൻ ഇറങ്ങിപ്പോന്നു. നേരെ കയറി സിംഹത്തിന്റെ മടിയിലിരുന്നു. എന്നിട്ട് പൊറോട്ട അടിക്കുന്ന പോലെ സിംഹം അടിച്ചു. അച്ഛന്റെ അടിയന്തരമാണ് വരുന്നതിന്റെ പിന്നത്തെ ഞായറാഴ്ച നീ വരണം. ഞാൻ ഉണ്ടാവൂല. കാരണം മരിക്കാൻ നേരത്തെ അച്ഛൻ ഒരു ഡയലോഗ് പറഞ്ഞു. എന്താ പറഞ്ഞു? സബനോക്ക് ചിന്തബി ജോക്കബി കൊതം കുറഞ്ഞ എന്ന് വെച്ചാല് 10 സെന്റ് സ്ഥലവും വീടും അനിയന്റെ പേരിലാണ് എഴുതി വെച്ചേക്കണേ. അതായിരുന്നു. ചേട്ടൻ ഈ സംഗീതം അല്ലാതെ വേറെ എന്തൊക്കെ പരിപാടികളുണ്ട്? നാടകമുണ്ട്, പാടകമുണ്ട്, കഥാപ്രസംഗമുണ്ട്, മാർഗംകളിയുണ്ട്, സിനിമാറ്റിക് ഡാൻസ് ഉണ്ട്, കരോട്ട ഗാനമേളയുണ്ട്. ഓക്കെ, ആ ചോദ്യം പിൻവലിച്ചിരിക്കുന്നു. ചിക്കൻ മ്യൂസിക് ഉണ്ട്. ചിക്കൻ അല്ല, കിച്ചൺ. ആശാൻ ഇത് കൂടാതെ വേറെ ബിസിനസ് ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. 3 ബിസിനസ് ഉണ്ട്. എന്തൊക്കെയാണ്? 3 in 1. ഓക്കെ, അതെങ്ങനെ? ഒരു കടയിൽ 3 ബിസിനസ്. എന്തൊക്കെ ബിസിനസ് ആണ്? സംഗീത ഉപകരണങ്ങളാണ് എന്റെ ബിസിനസ്. എന്തൊക്കെ സംഗീത ഉപകരണങ്ങളാണ് താങ്കളുടെ കടയിലുള്ളത്? മൃദംഗം, കടാരി, ചെങ്ങില, ഫ്ലൂട്ട്, വടിവാള്,
പിന്നെ അതുപോലെ സൈക്കിൾ ചെയിൻ, ശവപ്പെട്ടി, അങ്ങനെ 3 ബിസിനസ് എന്റെ കടയിൽ നടക്കും. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ സംഗീത ഉപകരണങ്ങളുടെ ഇടയ്ക്ക് എന്താണ് വേറെന്തോ സംഭവം വരുന്നത്? അതായത് നിനക്ക് സംഗീതം പഠിക്കണമെന്ന് മോഹം ഉണ്ടെങ്കിൽ നീ എന്റെ കടയിലേക്ക് നിന്റെ അച്ഛനെയുമായിട്ട് വരുന്നു. അച്ഛൻ നിനക്കൊരു ചെണ്ട മേടിച്ച് തരുന്നു. നിന്റെ ചെണ്ട വായന കേട്ടിട്ട് വീടിന്റെ വാതിക്കലിരിക്കുന്ന ഒരാൾക്ക് നേരെ എന്റെ വാതിക്ക് വന്നിട്ട് കടാര് വാങ്ങിക്കുന്നു. അന്ന് തന്നെ നിന്റെ അച്ഛൻ വന്നിട്ട് എന്റെ കടയിൽ വന്നിട്ട് ശവപ്പെട്ടി വാങ്ങിക്കുന്നു. ഓ ശരി ശരി ശരി, അങ്ങനെ 3 ബിസിനസ്. മനസ്സിലായി. ഇപ്പൊ എന്താ പരിപാടിയുടെ ഗുണം എന്താന്ന് മനസ്സിലായി. ബാല കളിക്കാറുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. ബാലയുണ്ട്, നാടകമുണ്ട്, കഥാപ്രസംഗമുണ്ട്, ഗാനമേളയുണ്ട്. ഏത് ബാല? അല്ലോ, ഏത് ബാലയാണ് നിങ്ങൾ കളിക്കുന്നത്? നളചരിതം 8-ാം ദിവസം. നളചരിതം 4-ാം ദിവസം എന്നല്ല പറയുന്നത്. ഞങ്ങൾ കളിച്ച് കമ്മിറ്റിക്കാർ വീട്ടിൽ വിടുമ്പോൾ 8 ദിവസം കഴിയും. ചില ദിവസം 12 ദിവസമൊക്കെ ആവാറുണ്ട്. ചില ദിവസം 16 ദിവസം കഴിയും. ഓ, ഏത് ബാലയാണ് നിങ്ങൾ കളിക്കുന്നതെന്നുള്ളപ്പോൾ മനസ്സിലായിട്ടുണ്ട്. ഈ ബാല കളിക്കുന്നതിന് മുമ്പ് വ്രതം എടുക്കാറുണ്ടെന്ന് പറഞ്ഞു. വ്രതം എടുക്കാറില്ല, ഞാൻ ബാല കളിക്കുമ്പോൾ ഒരു ഗദ്ദ എടുക്കാറുണ്ട്. ഭീമന്റെ വേഷം ചെയ്യുമ്പോൾ ഗദ്ദ എടുക്കാറുണ്ട്. ഓ, താങ്കള് ഇഷ്ടപാനീയം എന്താണ്? ഇഷ്ടപാനീയം കള്ള് കഞ്ഞിവെള്ളം. കഞ്ഞിവെള്ളം അല്ല, സാധാരണ പരിപാടി സ്ഥലത്തും കട്ടൻ ചായ കൂടുതലായിട്ട് സാർ ആവശ്യപ്പെടാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ശരിയാണോ? പാല് ചോദിക്കും കിട്ടാറില്ല, കട്ടൻ ചായ ചോദിക്കും കിട്ടാറില്ല, പിന്നെ ചൂടുവെള്ളം ചോദിക്കും. എന്നാൽ തണുത്ത വെള്ളമെങ്കിലും കിട്ടുമെന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത്. നല്ലൊരു പാട്ടുകാരനാണ് എന്ത് ചെയ്യണം? യേശുവാസായിട്ട് ജനിക്കണം, ഇല്ലെങ്കിൽ ജനിക്കാതിരിക്കണം, പാടാതിരിക്കണം. വീട്ടിലാരൊക്കെയുണ്ട്? അച്ഛനുണ്ട്, അമ്മയുണ്ട്, സഹോദരന്മാരുണ്ട്, എല്ലാവരും ഉണ്ട്. ആണല്ലേ. ഈ ഭാര്യയ്ക്ക് എങ്ങനെയാണ് പരിപാടിക്ക് പോകുന്നതിൽ താല്പര്യമുണ്ടോ? ഞാൻ പരിപാടിക്ക് പോകുന്നതാണ് ഭാര്യയ്ക്ക് താല്പര്യം. ഞാൻ പരിപാടിക്ക് ഇത്തിരി നേരത്തെ വീട്ടിൽ വന്നാലോ നമുക്ക് മുഖം തിത്രം ഉണ്ടാവും. അതെന്താ? എന്താ വീട്ടിലെ പരിപാടി എന്ന് എനിക്കറിഞ്ഞൂടാ. അല്ല, മക്കളുണ്ടെന്ന് പറഞ്ഞു, അവരെന്തൊക്കെയാ ചെയ്യുന്നത്? മക്കൾ 6 പേരുണ്ട്. അത് ഒരുത്തൻ ഈശ്വരവാദി, ഒരുത്തൻ നിരീശ്വരവാദി, ഒരുത്തൻ വർഗീയവാദി, ഒരുത്തൻ രാഷ്ട്രീയവാദി, ഒരുത്തൻ അവസരവാദി, ഒരുത്തൻ ദിവനെ പോലെ തലവലാതി. അപ്പൊ ചേട്ടനോ? ഞാനാണ് ഇതിനൊക്കെ ഉത്തരവാദി. മകൻ ആരെ പോലെ ഇരിക്കും? മകൻ ആരെ പോലെ ഇരിക്കും എന്ന് പറഞ്ഞാൽ എന്റെ ഹാർമോണിസ്റ്റ് 21 വർഷമായിട്ട് എന്റെ കൂടെ നിൽക്കുന്ന ഒരു തങ്കപ്പനുണ്ട്, അവനെ പോലെ ഇരിക്കും. അത് മൂത്തവനാണ്, ഇളയ മകൻ ഫ്ലൂട്ടിസ്റ്റിനെ പോലെ ഇരിക്കും. അതെ, ഫ്ലൂട്ടിസ്റ്റിനെ പോലെ ഇരിക്കും. അപ്പൊ രണ്ടാമത്തെ മകനാണ് മൃദംഗിസ്റ്റിനെ. മൂത്തവൻ മൃദംഗസ്റ്റിനെ പോലെയും മൂന്നാമത്തവൻ നിന്നെ പോലെ ഇരിക്കും. അപ്പൊ ഒരു ധാരണയിലെത്ത. അതെ, പുറത്ത് എങ്ങനെ പരിപാടിയൊക്കെ കിട്ടാറുണ്ടോ? പുറത്ത് പരിപാടി കിട്ടാറുണ്ടോ? ഇത് വൈറ്റില, ഇത് കളമശ്ശേരി, ഇത് എടപ്പള്ളി, ഇത് തൃപ്പക്കുന്നം, ഇത് വൈറ്റില്ല. അങ്ങനെ പുറത്ത് പരിപാടി കിട്ടുന്നത് വിദേശങ്ങളിൽ കിട്ടിയത്. ഒത്തിരി 150 പരിപാടി കഴിഞ്ഞല്ലോ. ഓ ശരി ശരി ശരി. അനിയൻ ഒരാളുണ്ടല്ലോ. അനിയനുണ്ട്. അദ്ദേഹം എന്ത് ചെയ്യുന്നു? നാടകത്തിൽ അഭിനയിക്കുന്നു. ഏത് ട്രൂപ്പിലാണ് വർക്ക് ചെയ്തത്? കഴിഞ്ഞ വർഷം ഓച്ചിറ മൃണാളിലായിരുന്നു. ഈ വർഷം പ്രതീക്ഷയിലാണ്. ആലുവ പ്രതീക്ഷ അല്ല, ആരെങ്കിലും വിളിക്കും എന്നൊരു പ്രതീക്ഷ. അദ്ദേഹത്തിന്റെ പേരെന്താണ്? ഉണ്ണിത്താൻ. ആളെങ്ങനെ? പാവത്താൻ. തീറ്റം കുടിയോ? തന്നെത്താൻ. ഓക്കെ. ആശാന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ക്രിട്ടിക്കലായിട്ട് എന്തെങ്കിലും സംഭവം ഉണ്ടായിട്ടുണ്ടോ? ക്രിട്ടിക്കലില്ല, കോട്ടക്കൽ വെച്ചൊരു സംഭവം ഉണ്ടായി. എന്താ? ഞാൻ ബാല കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഗതിയെടുത്ത് വീശുമ്പോൾ എന്നെ സൈഡിൽ നിന്നൊരു കൃഷ്ണൻ എന്ന് പറഞ്ഞൊരു കമ്മിറ്റിക്കാരൻ വിളിച്ചു. ഞാൻ വിളിച്ചു. ഓ, സന്തോഷിപ്പിക്കാനായിരിക്കും. അതാണെന്ന് ഞാനും കരുതിയത്. എന്നെ പൊക്കിക്കൊണ്ടുപോയി, നേരെ നടയിൽ കൊണ്ടുപോയി. ഓ, അനുഗ്രഹിക്കാനായിരിക്കും. ഞാനും കരുതി അതാണെന്നാണ്. എന്നോട് ഇങ്ങനെ നിൽക്കാൻ പറഞ്ഞു. നേർച്ചയായിരിക്കും. ഞാനും കരുതി നേർച്ചയാണെന്നാണ്. പിന്നെന്തായിരുന്നു? ഏത്തമിടാൻ പറഞ്ഞു. എന്നിട്ട് എന്ത് സംഭവിച്ചു? 101 നേർത്തം. ഈ ഏരിയയിൽ പരിപാടി ബുക്ക് ചെയ്യുകയോ വരികയോ ചെയ്താൽ കൊന്നു കളയും. അവിടെ നമ്മൾ ഏത്തോടല്ലേ പൊതുമ്പിനടിക്കണത് നമ്മളാ. എടാ, എന്റെ നാട്ടിൽ വെച്ച് എന്നെ അടിച്ചത് എനിക്ക് ഓർമ്മയില്ലേ? അല്ല, പൊതുമ്പിനടിച്ച എവിടെ? എന്റെ കോലം കത്തിച്ച് എവിടെ വെച്ചാ? അപ്പൊ എന്നെ കൊളമ്പനടിച്ച എവിടെ വെച്ചാ? നമ്മുടെ വണ്ടി കത്തിച്ച് എവിടെ വെച്ചാ? അല്ല, ഞാൻ കേസോട്ടെ, നമുക്ക് രാത്രി ബസ് കിട്ടില്ല വഞ്ചിക്കേറിട്ട്. മനസ്സിലായി മനസ്സിലായി. അതെ, ഞാൻ വന്നത് മറ്റൊരു കാര്യത്തിന് കൂടിയാണ്. ഈ 18-ാം തീയതി ഒരു പരിപാടി ബുക്ക് ചെയ്യാനാണ്. നടക്കൂല. 18-ാം തീയതി ഞങ്ങൾ പരിപാടി ബുക്ക് ചെയ്തിട്ട് പോകാതിരുന്നൊരു ദിവസമാണ്. അപ്പൊ അതിന്റെ കേസ് കൊടുത്തേക്കണ ദിവസമാണ്. അപ്പൊ അടുത്ത മാസം 28 പരിപാടി. 28 പരിപാടിയാ? 28-ാം തീയതി ഒരു പരിപാടിയുണ്ട്. അത് എന്റെ സ്വഭാവം നന്നാകാൻ വേണ്ടി എന്റെ ഭാര്യയുടെ അച്ഛൻ നേർച്ചയാണ്. ഓ ശരി ശരി. ഇനി എനിക്കറിയേണ്ടത് ഈ പുതിയ സംഗീതജ്ഞരെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? വെരി ബാഡ് അല്ലേ? ഒരിക്കലും അങ്ങനെ പറയരുത്. ആരുണ്ട് നല്ല സംഗീതജ്ഞന്മാർ? ഇപ്പൊ ഏറ്റവും സൂപ്പർ ഹിറ്റ് ആയിരിക്കുന്ന ജാസി ഗിഫ്റ്റാണ്. അദ്ദേഹം അടിപൊളി സംഗീതജ്ഞൻ. ജാസി ഗിഫ്റ്റോ? ജില്ലയിലെ ഗുംതലക്കട ജില്ലയിലെ. അതിനെന്താ കുഴപ്പം? എടാ, ഗുംതലക്കട ജില്ലയിലെ കേരളത്തിൽ എവിടെയുണ്ടാ ഗുംതലക്കട ജില്ലയിലെ? എടാ, കൊല്ലം ജില്ലയിലെ, പത്തനംതിട്ട ജില്ലയിലെ, പത്തനാപുരം ജില്ലയിലെ, ആലപ്പുഴ ജില്ലയിലെ. ഗുംതലക്കട ജില്ലയിലെ നിന്റെ വീട്ടിലുണ്ടോ? ഓ, അത് ശരിയാണ്. പക്ഷെ എല്ലാ മലയാള ഗാനങ്ങളും അങ്ങനെ അടച്ചു വിമർശിക്കരുത്. ഞാൻ ഒരു പാട്ട് പറയട്ടെ. ശർക്കര പന്തലിൽ തേൻ മഴ ചൊരിയും. എന്താണ്? ശർക്കര പന്തലിൽ തേൻമഴ ചൊരിയുമെന്ന്. ശർക്കരക്ക് എന്താ വില? 48 രൂപ കിലോ. ഞാൻ മേടിച്ചത് 49 രൂപ. പിന്നെ ആ ശർക്കര പന്തലിൽ തേൻമഴ ചൊരിയിപ്പിക്കണമെങ്കിൽ തേൻ എന്താ വില? 75 രൂപ ടിന്നിന് ഞാൻ മേടിച്ചത്. കൊച്ചിന് ഗുളി. അല്ല, വേറെ നല്ല ഗാനങ്ങളുണ്ട്. എന്റെ കണ്ണിൽ വിരുന്നല്ല, കുരുവാണ് വരുന്നത്. അതൊരു കാര്യം ചെയ്യും. ഞാൻ എഴുത പാട്ടുകൾക്ക് അതിൻ്റെതായ ഒരു സാഹിത്യം ഉണ്ടായിരുന്നു, സംഗീതം ഉണ്ടായിരുന്നു. ആ സംഗീതം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ പാട്ട് എഴുതുകയുള്ളൂ. അല്ല, എന്നാ പിന്നെ ആശാനെ അങ്ങോട്ട് എഴുതിയിട്ട് അങ്ങോട്ട് സംഗീതം ഞാൻ എഴുതാം. പക്ഷെ എന്റെ മനസ്സിലൊരു സംഗീതമുണ്ട്. അത് ഞാൻ ചെയ്തു നോക്കാൻ ശ്രമിക്കാമല്ലോ. നീ ചെയ്യണം. എന്റെ മനസ്സിലൊരു സംഗീതമുണ്ട്. ആ സംഗീതം ഇല്ലെങ്കിൽ ഞാൻ പേപ്പർ കയറി ശ്രമിക്കാം. പേപ്പർ എന്നാ എഴുതിക്കോളൂ. നല്ല പേപ്പർ. എന്റെ മനസ്സിലൊരു സംഗീതമുണ്ട്. ഇത് വായിച്ചിട്ട് ഒരു അക്ഷരം മനസ്സിലാവല്ലോ. കാക്കയ്ക്ക് ഇതുപോലെ കൊടുക്കണേ, ശിഷ്യന് കൊടുക്ക്, വായിക്കടാ. ഉഗ്രം സംഗീതം. എന്റെ മനസ്സിലൊരു സംഗീതമുണ്ട്.
ജനങ്ങളാണല്ലോ നമ്മുടെ ഈ പരിപാടി തരുന്നത്. അതെ അതെ അതെ. ജനനായകനെ എപ്പോഴായാലും നായകനും നായികയും നമ്മുടെ പടത്തിൽ ഉണ്ടാകുമല്ലോ. മനസ്സുകൊണ്ട് ഒരു ആദി ഉണ്ടല്ലോ. ജനഗണമന അധിനായക ജയ ഹേ. ആശാനേ, ജനഗണയെ മാനിക്കണ്ടേ? പാടൂ. ജയ ഹേ ജയ ഹേ ജയ 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 ഹേ.